UDF കേരളത്തിൽ എത്ര ആടി ഉലഞ്ഞാലും എപ്പോഴും ഒരു പച്ചത്തുരുത്തായിട്ട് അവർക്ക് നിൽക്കുന്ന ജില്ലയാണ് എറണാകുളം. എത്ര തവണ LDF ആധിപത്യം സ്ഥാപിച്ച് പോയാലും എറണാകുളം അവർക്കൊരു തുരുത്ത് തന്നെയാണ്. അതെപ്പോഴും അവരുടെ കൂടെ നിൽക്കും. ക്രൈസ്തവർ ധാരാളമുണ്ട്, കോൺഗ്രസ് അനുഭാവികൾ, ലീഗ്, ഇവരെല്ലാം കൂടി ചേർന്നത് തന്നെയാണ് എറണാകുളം ജില്ല എന്ന് പറയും. ഇപ്പോഴും അങ്ങനെ തന്നെ അവർക്ക് കൂടുതൽ ആശ്രയമായിട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതിലെ ഒരു പ്രധാനപ്പെട്ട നിയമസഭാ മണ്ഡലമാണ് തൃപ്പൂണിത്തുറ. തൃപ്പൂണിത്തുറ എന്ന് പറഞ്ഞാൽ ഓർമ്മയിൽ വരുന്നത് കെ ബാബു MLA ആണ്. ബാർക്കോഴ സമയത്തൊക്കെ കെ ബാബുവിനെ വളരെ മോശമായ രീതിയിലൊക്കെ LDFകാർ CPMകാർ ചിത്രീകരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. 2016 അങ്ങനെ കെ ബാബുവിന് തോൽവിയും സംഭവിച്ചു. ഈ മണ്ഡലത്തെ നന്നായി മനസ്സിലാക്കുന്ന അപൂർവം ചില MLAമാരുണ്ട്. അതിലൊരാളാണ് കെ ബാബു. മണ്ഡലത്തിലുള്ളവരെ പേരെടുത്ത് വിളിക്കാൻ തക്കവണ്ണമുള്ള ബന്ധവും പരിചയവും അനുഭവ സമ്പത്തുമാണ് ഉള്ളത്. അക്കൂട്ടത്തിൽ ഒരാളാണ് കെ ബാബു. 2021 കെ ബാബു തിരിച്ചു പിടിച്ചു മണ്ഡലം. അത് പിന്നീട് ശബരിമല യുവതീ പ്രവേശ സമയത്ത് M സ്വരാജ് ഉണ്ടാക്കിയിട്ടുള്ള വിവാദ പ്രസ്താവനയൊക്കെ 2021 സ്വരാജിന് വലിയ തിരിച്ചടി ഉണ്ടാക്കി. 2016 സ്വരാജാണ് കെ ബാബുവിനെ പരാജയപ്പെടുത്തിയത്. CPMകാർ വലിയതായിട്ട് ആഹ്ലാദിച്ചു. പക്ഷെ കെ ബാബു പാർട്ടിയോട് പറഞ്ഞു, എനിക്ക് അടുത്ത തവണ തരണം. ഇതിന് മധുരമായ പ്രതികാരം വീട്ടിയതിന് ശേഷം ഞാൻ അങ്ങ് പിൻവാങ്ങും, ഞാൻ മത്സര രംഗത്തുണ്ടാകത്തില്ല. ശരിയാണ്, 2026 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സര രംഗത്ത് കാണില്ല. മത്സര രംഗത്തൊന്നും മാറി നിൽക്കുകയാണ്. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിജയത്തിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം അങ്ങ് പിന്മാറ്റം നടത്തുകയാണ്. അപ്പോൾ 2026 ആ മണ്ഡലം UDF ഏത് തരത്തിൽ നിലനിർത്തും? കാരണം 1/4 നൂറ്റാണ്ടോളം കെ ബാബുവിൻ്റെ കസ്റ്റഡിയിൽ നിന്ന മണ്ഡലമാണ്, UDFന്റെ കയ്യിൽ നിന്ന മണ്ഡലമാണ്. ഇടയ്ക്ക് വെള്ളാപ്പള്ളി നടേശൻ പലപ്പോഴും പറയാറുണ്ട്, ഒരു ഈഴവ പ്രാതിനിധ്യം പലപ്പോഴും UDFൽ കുറവാണ്. അതിന് നമുക്ക് എടുത്തു പറയാവുന്നത് കെ ബാബുവാണ്. കെ ബാബുവും തൃപ്പൂണിത്തുറ മണ്ഡലവുമാണ്. അല്ലാതെ ഒരു തരത്തിലുള്ള ഈഴവ പ്രാതിനിധ്യമൊന്നും UDFൽ കിട്ടിയിട്ടില്ല. ഇപ്പോൾ 2026 UDFൽ നിന്ന് തൃപ്പൂണിത്തുറ മണ്ഡലത്തിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത് നടനും സംവിധായകനും മിമിക്രി കലാകാരനും വളരെ ജനപിന്തുണ നേടിയിട്ടുള്ള ഒരു കലാകാരനായിട്ടുള്ള രമേശ് പിഷാരടിയാണ്. രമേശ് പിഷാരടിയെ തൃപ്പൂണിത്തുറയിൽ മത്സരിക്കാൻ ഇറക്കുമ്പോൾ പാർട്ടിയിൽ മത്സരിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന പലരുമുണ്ട്. ചാനൽ ചർച്ചകളിലൊക്കെ വളരെ സജീവ മുഖമായിട്ടുള്ള കോൺഗ്രസ് വക്താവായിട്ടുള്ള രാജു പി നായരുണ്ട്. ചർച്ചകളിൽ വളരെ സജീവമാണ്, കോൺഗ്രസിന്റെ മുഖമാണ്. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയുമായിട്ടൊക്കെ തന്നെ വലിയ അടുപ്പമുള്ള, മണ്ഡലത്തിൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത ഒരാൾ കൂടിയാണ് രാജു പി നായർ. രാജു പി നായർ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൗൺസിലർമാർ ധാരാളം നിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ നിൽക്കുമ്പോൾ ഈ രമേശ് പിഷാരടിയിലേക്കാണ് UDF നീങ്ങുന്നത്. പക്ഷേ ഈ കെ ബാബു ഉള്ള സമയത്തൊന്നും മറ്റു പേരുകളൊന്നും മുന്നോട്ട് വന്നിട്ടില്ല. കാരണം കെ ബാബുവിന് അത്രത്തോളം അവിടെ ഉള്ള ഒരു അംഗീകാരം, ജനശ്രദ്ധ വളരെ കൂടുതലാണ്. കെ ബാബുവിനെ തൃപ്പൂണിത്തുറക്കാർ അംഗീകരിക്കും. 2016 നമുക്കറിയാം, 2011 ഉമ്മൻചാണ്ടി സർക്കാരിലൂടെ ഉണ്ടായ പലതരത്തിലുള്ള വിവാദങ്ങളിലും ഒക്കെ പെട്ട് ഉഴലുകയായിരുന്നു പല MLAമാരും. അക്കൂട്ടത്തിൽ കെ ബാബു വീണു പോയതാണ്. 2021 വിജയിക്കുമ്പോൾ വിജയം ഉണ്ടായി, പക്ഷെ ഭൂരിപക്ഷം കുറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ തോറ്റിട്ടാണ് സ്വരാജ് പിന്നെയും നിലമ്പൂരിൽ പോയി വീണ്ടും തോൽവി ഏറ്റുവാങ്ങിയത്. സ്വരാജ് അതോടുകൂടി അങ്ങ് ആ വഴി പോകും. പക്ഷേ കെ ബാബുവിൻ്റെ പിന്തുടർച്ചക്കാരായിട്ട് ആര് വന്നാൽ പോലും
ആ മണ്ഡലത്തിൽ നിന്ന് വിജയിക്കും എന്നുള്ളത് ഉറപ്പാണ്. അത് UDFിൻ്റെ കൈകളിൽ ഭദ്രവുമാണ്. അപ്പോൾ ഇനിയിപ്പോൾ അറിയേണ്ടത് രമേശ് പിഷാരടിയാണോ രാജു പി നായരാണോ എന്നുള്ളതാണ്. 67-ൽ രൂപീകൃതമായതാണ് ഈ മണ്ഡലം. 2016-ലാണ് സ്വരാജ് വിജയിക്കുന്നതും. ഈ പിഷാരടി കോൺഗ്രസുമായിട്ട് വലിയ ആഭിമുഖ്യം പുലർത്തുന്നുണ്ട്. തൻ്റെ രാഷ്ട്രീയം പലപ്പോഴും തുറന്നു പറയുകയും ചെയ്തിട്ടുള്ള കലാകാരനാണ് രമേശ് പിഷാരടി. ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ കേരളം മുഴുവൻ അറിയപ്പെടുന്നുണ്ട്. നടന്, സംവിധായകൻ, മിമിക്രി കലാകാരൻ എന്നുള്ള രീതിയിൽ. അത് കോൺഗ്രസിൻ്റെ നേതൃത്വം അത്തരത്തിലുള്ള ഒരു ജനകീയത നോക്കിക്കൊണ്ട് മണ്ഡലം ഉറപ്പാക്കാൻ വേണ്ടിയാണോ രമേശ് പിഷാരടിയിലേക്ക് പോകുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം 2026 എന്ന് പറയുന്നത് ഒരു വലിയ അഗ്നിപരീക്ഷണമാണ്. 2 തവണയായിട്ട് അധികാരമില്ലാതെ ഇനിയിപ്പോൾ അധികാരം കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ നിൽക്കുമ്പോൾ ഭാഗ്യപരീക്ഷണങ്ങൾക്കൊന്നും മുതിരാതെ ജയസാധ്യത ഉറപ്പായിട്ടുള്ളവരിലേക്ക് സ്ഥാനാർത്ഥി പട്ടിക പോകുന്നു. രമേശ് പിഷാരടിയുടെ ഒരു ജനകീയത കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ CPM-ന് ഇത്തരത്തിലുള്ള ചില രീതികളുണ്ട്. സിനിമാ കലാകാരന്മാരെയും മറ്റുമൊക്കെ രംഗത്തേക്ക് കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവന്നിട്ട് ആ ജനകീയത മുതലെടുത്തുകൊണ്ട് ആ സീറ്റ് ഉറപ്പിച്ചു പോകാൻ കഴിയുമെന്നുള്ളതാണ്. ഇപ്പോൾ ഇന്നസെന്റിനെ കൊണ്ടുവന്ന് നിർത്തി മത്സരിപ്പിച്ച് വിജയിപ്പിച്ചു. ആ പരാജയവും സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം നടൻ മുരളി ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. LDFിൻ്റെ CPIയുടെ സ്ഥാനാർത്ഥിയായിരുന്ന ONV കുറുപ്പ് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ പരാജയപ്പെട്ടില്ലേ? അതും ചാൾസിനോട്. അപ്പോൾ അങ്ങനെ പരാജയവും അവർക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കടമ്മനിട്ട രാമകൃഷ്ണൻ ജയിക്കുകയും തോൽക്കുകയും ചെയ്തിട്ടുണ്ട് ആറന്മുളയിൽ നിന്ന്. അപ്പോൾ മുകേഷ് 2 തവണ ജയിച്ചു. പക്ഷെ അതും നോക്കണം, മുകേഷ് ഉണ്ടാക്കിയിരിക്കുന്ന വിന വല്ലാത്തതാണ്. അത് കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ CPM-ന്റെ അടിത്തറ തകർത്ത് കളഞ്ഞു എന്നുള്ളതാണ് മുകേഷിലൂടെ. എതിർ സ്ഥാനാർത്ഥികൾക്ക് എളുപ്പമാക്കി കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഈ കലാകാരന്മാരെ പരീക്ഷിക്കുമ്പോൾ UDF ആയാലും LDF ആയാലും മറ്റു ചില വശങ്ങൾ കൂടി നോക്കേണ്ടതുണ്ട്. മറ്റൊരിക്കലും ഒരു മുഴുവൻ സമയ നേതാക്കന്മാരെ പോലെ മണ്ഡലപരിചിതവും ജനങ്ങളുടെ പ്രശ്നങ്ങളുമായിട്ട് ഇടനിൽക്കുന്നവരാണോ ഇവർ എന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒരു ജനകീയതയിൽ അവർ ചിലപ്പോൾ ആ സമയത്ത് വോട്ട് നേടി വിജയിച്ചു എന്ന് വരാം. അതൊരു താൽക്കാലിക വിജയം മാത്രമായിരിക്കും. പിന്നീട് ആ മണ്ഡലം സുരക്ഷിതമായിട്ട് കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ളതാണ് നോക്കേണ്ടത്. ഇവിടെയാണ് കെ ബാബുവിൻ്റെ വിജയം എന്ന് പറയുന്നത്. കെ ബാബു ദീർഘകാലം മണ്ഡലം സംരക്ഷിച്ചു എന്നുള്ളതാണ്. 16-ൽ പറ്റിയ പരാജയം എന്ന് പറയുന്നത് ഞാൻ സൂചിപ്പിച്ചല്ലോ, ഏവർക്കും അറിയാവുന്നതുമാണ്. അപ്പം മണ്ഡലം നിലനിർത്തുക, മണ്ഡലത്തിലെ വോട്ടർമാരുമായിട്ട് ബന്ധം സ്ഥാപിക്കുക, ഇതൊക്കെ വലിയ ഘടകമാണ്. അതാണ് കെ ബാബുവിനുണ്ടായ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ കെ ബാബുവിൻ്റെ പിൻഗാമിയായിട്ട് ആരാണോ വരുന്നതെന്നുള്ളതാണ് ഇനി നമുക്ക് അറിയേണ്ടത്.